ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയാണ്, ഈ പറഞ്ഞ കർണാടക ബെല്ലാരി റൊദ്ദം ജ്വല്ലേഴ്സ് ഉടമ റൊദ്ദം പാണ്ഡുരംഗയ്യ നാഗ, വലിയ പേരാട്ടോ, റൊദ്ദം പാണ്ഡുരംഗയ്യ നാഗ ഗോവർദ്ധൻ എന്നൊക്കെയാണ് ആ മഹാന്റെ പേര്. ചോദ്യം ചെയ്യൽ 1-ാമത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശുന്നതിന് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ച ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ വാതിൽക്കൽ ദശാവതാര മാലേഖനം ചെയ്ത് സ്വർണം പതിച്ച് 2 ചെമ്പുവാളികൾ, രാശിചിഹ്ന മാലേഖനം ചെയ്ത് സ്വർണം പതിച്ച് 2 ചെമ്പുവാളികൾ, കട്ടളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച് ചെമ്പുവാളി, കട്ടളയ്ക്ക് മുകളിൽ പതിച്ചുള്ള സ്വർണം പതിഞ്ഞ പ്രഭാമണ്ഡല പാളികൾ ഉണ്ടായിരുന്ന സ്വർണം, ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളിലും പില്ലർ പ്ലേറ്റിലും ഉണ്ടായിരുന്ന സ്വർണവും ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തതിൽ നിന്ന് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയും ടിയാനും ചേർന്ന് കൂട്ടായ തീരുമാനത്തിൽ പ്രകാരം പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും കൽപേഷ് എന്നയാൾ മുഖാന്തരം ലഭിച്ച സ്വർണ്ണത്തിന് തുല്യമായി പകരം സ്വർണം, എങ്ങനെ തുല്യമായ പകരം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ടിയാൻ, ആരാണ് 10-ാം പ്രതി ഈ പറഞ്ഞ റൊദ്ദൻ പാണ്ഡുരംഗയ്യ നായ ഗോവർദ്ധൻ, ഹാജരാക്കി തന്നെ 474.960 ഗ്രാം സ്വർണം എന്നാ പറയുന്നത്. തത്തുല്യമായ സ്വർണം കൊടുത്താണ്. ഇത് ഈ തൊണ്ടിയല്ല, അവിടെ നിന്നെടുത്ത സ്വർണ്ണമല്ല. ഈ പറയുന്ന എന്താണ് ഭണ്ഡാരി അവിടെ കൊടുത്ത സ്വർണം തത്തുല്യമായ സ്വർണ്ണമാണ്, അവിടുത്തെ സ്വർണ്ണമല്ല. ഈ VSS റിപ്പോർട്ട് വരുമ്പോഴേ കളി മാറാൻ പോവാ ശ്രീ മഹേഷ് പണിക്കർ. അതെ, തീർച്ചയായിട്ടും. കാര്യം ഇതിനകത്ത് ഇത് വിറ്റത്, ഈ സ്വർണ്ണം ഇതിൽ നിന്ന് വേർതിരിച്ചു കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ആക്ച്വലി വിലയില്ലെന്ന്. അത് സ്വർണ്ണത്തിന്റെ ആ ഗ്രാമിന്റെ വില അന്നത്തെ സമയത്ത് 27 ലക്ഷം രൂപ 1 കിലോയ്ക്കുള്ള, അത്രേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഈ പാളിയിൽ തന്നെ ഇരുന്ന് ഈ പാളിയോടെ ഇവർ വിൽക്കുന്ന 27 ലക്ഷം, ചിലപ്പോൾ 27 കോടിയോ അതിന്റെ മേളിൽ അതിന്റെ വില. അപ്പം ഒരിക്കലും അവർ അതിൽ നിന്ന് വേർതിരിക്കത്തില്ല. അവരതിൻ്റെ ഇക്വലന്റ് സ്വർണം ഈ പറഞ്ഞാൽ മാറ്റി കൊടുത്തു എന്നുള്ളത് സത്യമായിരിക്കാം. കാര്യം അങ്ങനെ ചിലപ്പം മറ്റേ ഇവരെയും പറ്റിച്ച് കാണാം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ച് കാണാമായിരിക്കും. പക്ഷേ ഇത് ഈ പറഞ്ഞ പാളിയായിട്ട് തന്നെയാണ് അവരത് മുറിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ 2ആയിട്ടോ കൊടുത്തു, വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് പാളി ഉണ്ടാക്കി ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പൂശൽ പരിപാടി വെച്ചിട്ട് പൂശി അയാൾ അവിടെ കൊണ്ടുവച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് കുറേ ലിങ്കുകൾ ഇവർ വിട്ടിട്ടുണ്ട്. കാര്യം ഈ അന്വേഷണത്തിനകത്ത് ആ ഒരു ഫുൾ നമ്മൾ ആ ജയറാമിൻ്റെ കേസൊന്നും സത്യം പറഞ്ഞാൽ അന്വേഷിച്ചിട്ടില്ല. ഈ 3 പ്രാവശ്യം പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ സാധനം. കഥകും പോയിട്ടുണ്ട്, കട്ടളയും പോയിട്ടുണ്ട്, ഈ പറഞ്ഞ രൂപങ്ങളും മറ്റേ ഇപ്പം പ്രഭാമണ്ഡലം എല്ലാം പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ധാരപാലകരും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ അന്വേഷണം പോയില്ല. കാര്യം ആ രീതിയിൽ ഒരുപാട് സിനിമാക്കാർ അവിടെ വന്നിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാർ വന്നിട്ടുണ്ട്, ജയൻ രവി പോലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, ഇതൊക്കെ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിലൊരു അന്വേഷണം പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അവിടെ പൂജ ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ രീതിയിൽ ഈ ഒറിജിനൽ സാധനം തിരിച്ച് കിട്ടത്തക്ക രീതിയിൽ ഹൈദരാബാദ് പോയിട്ടില്ല. ഹൈദരാബാദിലാണ് ഇത് മാറ്റി വന്ന് മിസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് കറക്റ്റാണ്. ഇത് മാറിപ്പോയെങ്കിൽ ഹൈദരാബാദിലാണ് മാറിപ്പോകേണ്ടത്. അവിടുത്തെ ദുരൂഹത ഇപ്പോഴും നമുക്ക് അറിയില്ല. അതെ, അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരാളാണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ആ കാര്യങ്ങളെ കുറിച്ചിട്ട്, ആ ഡ്യൂപ്ലിക്കേറ്റ് ഇവർ സത്യം പറഞ്ഞാൽ ആ സ്വർണം എത്രയോ സ്വർണം ഇവിടെ നഷ്ടപ്പെട്ടു, അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സ്വർണം കണ്ടെത്തി അങ്ങനെ ഒരു ക്ലോസ് ചെയ്യാനായിട്ടാണ് ആദ്യത്തെ ഒരു ശ്രമം നടന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം കേസ് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെയല്ല, ഈ സാധനം യഥാർത്ഥ പാളിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ അതിന് പകരമുള്ള സ്വർണ്ണമാണെന്നും അങ്ങനെയൊക്കെയുള്ള മൊഴികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ മിസ്സിംഗ് ലീഡ്സ് കുറേ അതിനകത്ത് അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെയൊക്കെ കേസ് പറഞ്ഞ പോലെ തന്നെ. കാര്യം അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഒറിജിനൽ തന്ത്രിയെ കൊണ്ടുപോയാൽ പോരെ. പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ കൊണ്ടുപോകണമെങ്കിൽ രാജീവരെയോ അല്ലെങ്കിൽ ഒറിജിനൽ തന്ത്രിയെ അവിടെ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ അത്രയും മഹത് വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അയ്യപ്പൻ്റെ ഒരു പൂജയോ അല്ലെങ്കിൽ ഒരു തായ്ത്തോ എല്ലാം കെട്ടണമെങ്കിൽ ഒറിജിനൽ രാജീവരെ അല്ലേ വിളിച്ചുകൊണ്ട് അവിടെ പോകാവും. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇയാൾ പൂജ ചെയ്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ക്കഴകത്തിൻ്റെ താഴെയുള്ള കീഴ്ക്കഴകമാണ്, അയാൾ തൂപ്പുകാരനാണ്. ആ തൂപ്പുകാരനായിട്ടുള്ള ആൾ ഇതുവരെ അയാൾ ശബരിമല ക്ഷേത്രത്തിൽ പൂജ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരാളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹത, എന്തൊക്കെയോ വല്ലാത്ത ഇടപാടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ. കാരണം അന്ന് ഇയാൾ സ്പോൺസറൊന്നും അല്ല. ഈ 2011-12 കാലത്തിലൊന്നും ഇയാൾ സ്പോൺസറൊന്നും അല്ല. അവിടുത്തെ ജോലിക്കാരൻ ആ റേഞ്ചിലുള്ള ഒരാളാണ്. അപ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ ദുരൂഹതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജയറാമിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കേസിനകത്തും അയാളുണ്ട്. 3 കേസിനകത്ത് നമ്മുടെ കട്ടളയ്ക്കകത്തും കഥകിനകത്തും ഈ പറഞ്ഞ ഇതിനകത്തും ഉണ്ട്. അപ്പം അത് ഒന്ന്. രണ്ടാമത്തേത് പിന്നെ ഈ പറഞ്ഞ ഹൈദരാബാദ് കേസ്. അപ്പം അതിനകത്ത് പിന്നെ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കേസ്. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ വ്യക്തമായ ചിത്രം ഇതെങ്ങും എത്തിക്കാനുള്ള ആൾ ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഇപ്പം മന്ത്രിയിലോട്ടോ തന്ത്രിയിലോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നതിനെക്കാട്ടിലുപരി ഈ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുള്ള, അതുപോലെ തന്നെ മാലയുടെ കേസ്, ഇയാൾ ഗോവർദ്ധൻ കൊടുത്തു എന്ന് പറയുന്ന മാല 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ മാല കണക്കി വരുന്നത്. അപ്പം മാലയപ്പുറത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട, മാലയപ്പുറത്തിലെ മേൽശാന്തിമാർ എല്ലാ വർഷവും 2 വർഷമൊന്നുമല്ല, 10 വരെ മാല കൊടുത്തു. 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് രേഖ വരുന്ന മാല പൊങ്ങുന്നത്. എപ്പോഴാണ് ഈ ഗോവർദ്ധൻ ഇങ്ങനെ ജാമ്യാപേക്ഷ ഇപ്പോൾ കണക്കും തൂക്കും ഒപ്പിച്ച് ജാമ്യാപേക്ഷ കൊടുത്തപ്പോഴത്തേക്കാണ് പൊങ്ങിയതോടെ? അതെ അത് ഈ വാജിവാഹനത്തിന്റെ കേസ് പറയുന്ന പോലെയാണ്. അത് പിടിക്കുമെന്നാകുമ്പോഴത്തേക്ക് കൊണ്ട് കയറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ വ്യക്തമായ തെളിവുകളല്ലേ? അത് വ്യക്തമായ തെളിവല്ലേ? കാര്യം ഒരിക്കലും മേൽശാന്തിയും ഇവരൊക്കെ മാറുന്നതായതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ മാല ചുമ്മാ ദേവിയുടെ കഴുത്തിൽ അങ്ങനെ കിടക്കൂ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പം അത് പിന്നെ കയറ്റിയാന്ന് ഉറപ്പാണ്. അതുപോലെ ഈ വാജിവാഹനത്തിന്റെ കേസും വ്യക്തമായിട്ടുള്ളൊരു റോബറിയാണ്. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തതയുള്ളപ്പോൾ അതിനകത്തൊരു വ്യക്തത വരുത്തുമ്പം അതേ റൂട്ടിൽ തന്നെ ഇതെല്ലാം പോയിരിക്കുന്ന ഒറ്റ റൂട്ടിലായിരിക്കും.
ആ പോയിരിക്കുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനത്തെ രീതിയിൽ ബാക്കി ഈ അന്വേഷണം അല്ല, ഈ പാളിയുടെ അന്വേഷണം അല്ല, വേറൊന്നിൻ്റെ അന്വേഷണമായിരിക്കും ചിലപ്പം ഒരു ലീഡിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ മണിയുടെ കേസൊക്കെ കണ്ടതാണ്. അപ്പം അത് ഒരു എന്താ പറഞ്ഞാൽ അവരെ അന്വേഷിച്ച് വിട്ടിരിക്കുന്നു. പക്ഷെ അവർക്കും ഈ ഇറിഡിയത്തിൻ്റെ കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ ഒരാൾക്ക് ഇറിഡിയം നമ്മുടെ ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾക്ക് അങ്ങനെ വാല്യൂ ഉള്ളതാണ്. നമ്മുടെ താഴെക്കൂടെ അങ്ങനത്തെയാണ്, ബാജിവാഹൻ അങ്ങനത്തെയാണ്, കൊടിമരത്തിൻ്റെ അങ്ങനത്തെയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കച്ചവടങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടാവും, വളരെ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് ഇവർ രാഷ്ട്രീയപരമായിട്ടല്ലാതെ, രാഷ്ട്രീയത്തിൽ ഞാനാണോ വലിയ കള്ളൻ, നീയാണോ വലിയ കള്ളൻ എന്നുള്ള കള്ളൻ്റെ ഗ്രേഡ് കൂട്ടുന്ന കുറുവായിലെ വലിയ കുറുവാരാ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ലാണ്ട് ഇതിനകത്ത് യഥാർത്ഥത്തിൽ പോയ മുതൽ തിരിച്ചെത്തിക്കുക, അതാണ് അതിൻ്റെ മിടുക്ക്. ഇപ്പോഴും ഇടതുപക്ഷത്തിന് സത്യം പറഞ്ഞാൽ വലിയൊരു മാർക്കായിരിക്കും ഈ സാധനങ്ങൾ മൊത്തം തിരിച്ചെടുത്ത് കൊണ്ടുവെക്കാൻ പറ്റുവാണെങ്കിൽ. അത് കുറ്റവാളികൾ ആരും ആയിക്കോട്ടെ, അയ്യപ്പൻ്റെ മുതൽ തിരിച്ചവിടെ കൊണ്ടുവച്ച ഈ ഭക്തജന സമൂഹം മൊത്തം അത് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും നല്ല രീതിയിൽ അത് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം എസ് ഐ ടിയുടെ അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. കടൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ എസ് ഐ ടി കടൽ കടന്നു പോയാൽ കടലിൽ കായം കലക്കി പോലെ ആവില്ല അന്വേഷണം. നമുക്ക് ആശങ്ക അക്കാര്യത്തിലുണ്ട്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ കീഴ്ഘടകം അല്ലെങ്കിൽ കീഴ്ഘടകമാണെങ്കിൽ അവിടുത്തെ തൂപ്പുകാരൻ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മേൽഘടകം പോലെ പ്രവർത്തിച്ച് ഈ പറഞ്ഞ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അവിടുത്തെ ഒരു നിയന്താവായി, അവിടുത്തെ ഒരു നിയന്ത്രണാധികാരിയായി ദേവസ്വം ബോർഡൊക്കെ ഇങ്ങനെ ഉള്ളംകൈയിൽ നിൽക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുവെങ്കിൽ കീഴ്ഘടകമല്ല, മേൽഘടകമാണ് ശ്രീമാനേഷ് പണിക്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.